തൃശൂരിലെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ ഉഗ്രസ്ഫോടനത്തിൽ മരിച്ച 3 പേരെ തിരിച്ചറിഞ്ഞു. സ്ഫോടന സ്ഥലത്തെ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. നാളെ രാവിലെ വീണ്ടും പരിശോധന പുനരാരംഭിക്കും. വൈകിട്ട് 3:30യോടെയാണ് അപകടമുണ്ടായത്. മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനമുണ്ടായത്. നിരവധി തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായാണ് ലഭ്യമാകുന്ന വിവരം. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ പുരയിലാണ് അപകടമുണ്ടായത്. സരോവരം കനോലി കനാലിൽ വീണ വയോധികൻ മരിച്ചു. കോട്ടോളി സ്വദേശിയായ 60-കാരനായ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വലിയ തുറയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി ആക്രമിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. ശംഖുമുഖം സ്വദേശി ടോബിൻ ജോസ് പീറ്ററാണ് വലിയതുറ പോലീസിന്റെ പിടിയിലായത്. മുമ്പ് അച്ഛനെയും അമ്മയെയും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ടത് കുടുംബം നിരസിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. യുവതിയെയും യുവാവിനെയും ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൊട്ടിൽപ്പാലം നാമ്പിലാട് പ്രദേശത്താണ് സംഭവം. പേരാമ്പ്ര കുയ്യമ്പിൽ സ്വദേശിനിയായ തട്ടാൻകണ്ടി ശരണ്യയും കുറ്റ്യാടി കല്ലാട് സ്വദേശിയായ പഞ്ചാരപ്പറമ്പത്ത് അജേഷുമാണ് മരിച്ചവർ. കശുമാവ് മരത്തിന്റെ ഒരേ കൊമ്പിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2 മക്കളുടെ അമ്മയായ ശരണ്യയെ ഇന്ന് രാവിലെ മുതൽ കാണാതായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നുവെന്നുമാണ് വിവരം. അതേസമയം അജേഷ് അവിവാഹിതനാണ്. പത്തനംതിട്ടയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകനും ദാരുണാന്ത്യം. ആയൂർ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കോഴഞ്ചേരി കിഴക്കേ വലിയ വീട്ടിൽ നൈനാൻ വർഗീസ്, മകൻ റോബിൻ എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ സീറ്റിൽ കുടുങ്ങിയ റോബിനെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കാറിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന നൈനാൻ വർഗീസിന്റെ ഭാര്യ റോസി നൈനാൻ, റോബിൻ നൈനാന്റെ മക്കളായ ആദം, അദീൽ എന്നിവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്.